നമസ്കാരം. ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്തുവിന്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. എന്നാൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ ശ്രമിക്കുന്നവരും ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരും മറ്റു പല മനുഷ്യരും ഉണ്ട്. അവരൊന്നും ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ എന്തിനാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നത്? അവർക്കും ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചാൽ പോരെ? ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല, പിന്നെ എന്തിന് നമ്മൾ മതത്തിൽ വിശ്വസിക്കണം? ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ചില തൽപര കക്ഷികൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ. നമ്മൾ ഇന്ന് ഇതിന് പരിഹാരം കാണുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. അതിന് നമ്മെ സഹായിക്കാനായിട്ട്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബ്രദർ ജെറാൾഡാണ്. സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസമതമായ പല ചോദ്യങ്ങൾക്കും കൃത്യതയോടും വ്യക്തതയോടും കൂടി തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് മറുപടി നൽകുന്ന ബ്രദർ ജെറാൾഡ്. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ബ്രദർ ജെറാൾഡ്. ബ്രദർ, സ്വാഗതം. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ബ്രദറിനെ പോലുള്ള വ്യക്തികളോടൊപ്പം ഒരു വേദിയിൽ ഇങ്ങനെ ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതൊക്കെ. ഞാൻ ചോദിക്കുന്നത് യുവജനങ്ങളുടെ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ അതിന് അവരുടെ ഭാഷയിൽ തന്നെ ബ്രദർ മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബ്രദർ, ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ യുവജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണ വിശ്വാസികളുടെ ഇടയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, യേശു മതം സ്ഥാപിച്ചിട്ടില്ല, പിന്നെ എന്തിന് നമ്മൾ മതത്തിൽ വിശ്വസിക്കണം? എനിക്ക് തോന്നുന്നു ബ്രദറും ഈ ഒരു ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടാകും. എന്തു മറുപടിയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരിലേക്ക് പറയാനുള്ളത്? ഒത്തിരി നന്ദിയുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ ഞാനും ഈ ശുശ്രൂഷയിലേക്ക്, ഒരു പ്രോഗ്രാം എന്നുള്ള ശുശ്രൂഷയിലേക്ക് അടക്കുകയാണ്. ഞാനിത് ഇവിടെ പറയുമ്പോൾ ബ്രദർ ചോദിച്ച ഈ ചോദ്യം യുവതി യുവാക്കൾ അനേകം ചോദിക്കുന്നതാണ്, എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബസ്ഥ ഗ്രഹസ്ഥൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ ഇതിനെ എങ്ങനെ കാണുന്നുവെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവശാസ്ത്രപരത്തിന്റെയോ അല്ലെങ്കിൽ സഭകളുടെ ആധികാരികമായ പ്രബോധനങ്ങളോ അതൊക്കെ സഭകളിലുണ്ട്. അതിൽ നല്ല ഉപരിയായി ഒരു സാധാരണ പിതാവ് ഇതിനെ എങ്ങനെ കാണുന്നു, എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ എന്ത് പറയുന്നു എന്ന രീതിയിലാണ് ഞാൻ ഇതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്തരം ചോദ്യങ്ങൾ, ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല, സഭ സ്ഥാപിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് മതം എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയുവാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇന്ന് ലോകം ഒരു സിസ്റ്റത്തിൽ നിന്ന് മോചിതമായിട്ടില്ല. ഉണ്ടോ? ലോകം ഏതെങ്കിലും സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ? തീർച്ചയായും അല്ലേ? അപ്പം സിസ്റ്റം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെട്ടിട്ടില്ല. ഇന്നും മനുഷ്യൻ ബലഹീനനായതുകൊണ്ട് മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ ബാഹ്യമായ ഒരു കോൺസ്റ്റന്റ് പ്ലാറ്റ്ഫോം, നമുക്ക് പുറത്തിറങ്ങിയാൽ പോലീസുകാർ, ട്രാഫിക് പോലീസ്, നിയമങ്ങൾ, അങ്ങനെല്ലാം നമുക്കൊരു സിസ്റ്റം ഉണ്ട്. വി ആർ എ പാർട്ട് ഓഫ് സിസ്റ്റമാണ്. അത് സിസ്റ്റത്തിന്റെ മുകളിലേക്ക് എത്തുന്ന രീതിയിൽ മനുഷ്യ സമൂഹം ഇന്നും എത്തിപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഇസങ്ങളും ഏതെങ്കിലും സിസ്റ്റങ്ങളുമാണ് ഇപ്പോഴും മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. ബാഹ്യമായ രീതിയിൽ ഇത്തരം നിയന്ത്രണങ്ങൾ മനുഷ്യന് ആവശ്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ബലഹീന പ്രകൃതിയുള്ളൊരു മനുഷ്യൻ തീർച്ചയായും ഏതെങ്കിലും സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറ്. അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട് മാറിയാൽ, ഇവിടെ ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ, പക്ഷെ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്തു ജനിച്ചത് കുടുംബത്തിലാണ്. അത് കുടുംബത്തിന്റെ മൂല്യം ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ്. പിതാവും മാതാവും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിലാണ് ക്രിസ്തു ജനിക്കുന്നത്. ഈ കുടുംബമാകട്ടെ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാവരും ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല, സഭ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കുന്നത് ഈ ക്രിസ്തീയ കുടുംബത്തിന്റെ മൂല്യത്തെ തകർക്കാനാണ്. അപ്പോ ഈ കുടുംബങ്ങളുടെ കൂട്ടായ്മ, ക്രിസ്തു കുടുംബത്തിൽ ജനിക്കുകയും കൂട്ടായ്മയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ആദ്യത്തെ അപ്പസ്തോലന്മാരും പരിശുദ്ധ അമ്മയും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്ന പന്തക്കോസ്താ ദിനവും അനുഭവമുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്നത്. തീർച്ചയായും അത് ക്രിസ്തുവിനാൽ സ്ഥാപിതമാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായി നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. ഇത്തരം അതിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഈ കുടുംബങ്ങൾ കൂടുന്ന കൂട്ടങ്ങൾ ഇല്ല എങ്കിൽ ബലഹീനനായ മനുഷ്യൻ വീണുപോകും. അതുകൊണ്ട് ഒരു നിയമം ആവശ്യമില്ലാത്ത, ഭൗതിക നിയമം ആവശ്യമുള്ളതുപോലെ തന്നെ ഒരു ആത്മീയ സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്. ഭൗതികമായ കാര്യങ്ങൾക്ക് ആസ്പത്രികളും മറ്റു സംവിധാനങ്ങളും ഉള്ളതുപോലെ തന്നെ ആത്മീയ യാത്രയിൽ മനുഷ്യനെ സഹായിക്കുവാൻ, അവന്റെ ബലഹീന പ്രകൃതിയിൽ അവനെ സഹായിക്കുവാൻ തീർച്ചയായും ഒരു സംവിധാനം ആവശ്യമുണ്ട്. അത് ആവശ്യമില്ലാതാകുന്ന ഒരു തലമുണ്ട്. അത്രത്തോളം മനുഷ്യരാശി എത്തിയിട്ടില്ല. ഭൗതിക തലങ്ങളിൽ പോലും അത് എത്തിയിട്ടില്ലാത്തൊരു മനുഷ്യന് ഒരു സിസ്റ്റം ആവശ്യമില്ലാത്തൊരവസ്ഥ ഇപ്പോഴും സങ്കല്പിക്കാനാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മതം സ്ഥാപിച്ചിട്ടില്ല എങ്കിലും സഭ വളർന്നു. അപ്പസ്തോലിക കാലത്തിൽ നിന്ന് സാവകാശം വളർന്ന് വലുതായപ്പോഴാണ് സഭയൊരു മതം പോലെ കാണപ്പെടുന്നത്. സഭയെ മതമെന്ന് വിളിക്കുന്നവർ പുറത്തു നിന്നുള്ളവരാണ് സഭയെ മതമെന്ന് വിളിക്കുന്നത്. സഭയെ അതിനെ മതമെന്ന് വിളിക്കുന്നില്ല, സഭയെന്നാണ് വിളിക്കുന്നത്.
അപ്പം തീർച്ചയായും ക്രിസ്തുവിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, ചില മൂല്യങ്ങളല്ല, ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ വീണുപോകും. അപ്പൊ സ്വാഭാവികമായും വളരെ ആവശ്യമാണ്. ഇതിനെ എതിർക്കുന്നവർ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഭൗതിക ചോദ്യമാണ്. ഓക്കെ. ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇത്തരം കൂട്ടായ്മ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഈ ചട്ടക്കൂടുകൾ, ഇത് എക്സ്ക്ലൂസീവ്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, അതെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷത, അനന്യത, അതെന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ബ്രദർ, അതായത് ഇങ്ങനെയാണ് യുവജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് സംസാരം അല്ലെങ്കിൽ ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലാണ്. അതായത് ക്രിസ്തുവിൽ അവർക്ക് പ്രശ്നമില്ല, ക്രിസ്തുവിന്റെ കൽപ്പനകളും കാര്യങ്ങളും കുഴപ്പമില്ല. പക്ഷേ ഈ സഭ എന്ന് പറയുന്ന സിസ്റ്റം വരുമ്പോഴത്തേക്കും അനാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ അതിലേക്ക് വരുന്നു, കുറെ ഒരു ഹൈരാർക്കി കാര്യങ്ങൾ വരുന്നു. അത് എന്തിനാണ് അത്തരത്തിലുള്ള ഒരു കാര്യം എന്നാണ് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രമാണങ്ങളും നോക്കി നമ്മൾ ചിന്തിച്ച് ജീവിച്ചാൽ പോരെ, എന്തിനാണ് അതിന്റെ മുകളിലൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന് ഒരു സ്ട്രക്ചറും കാര്യങ്ങളും എന്തിനാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ബലഹീനനാണ്, സ്വഭാവേന ബലഹീനനാണ് മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ഭൗതിക നിയമങ്ങൾ ഉള്ളത്. ഈ ഭൗതിക നിയമങ്ങൾ ഉള്ളതുപോലെ തന്നെ, സിസ്റ്റം ഉള്ളതുപോലെ തന്നെ ആത്മീയ മേഖലയിൽ നമുക്കൊരു സിസ്റ്റം ആവശ്യമാണ്. അത് ആവശ്യമില്ലാത്തൊരു വ്യക്തി ഇത് ചോദിക്കില്ല. കാരണം മതത്തിന്റെയും നിയമത്തിന്റെയും മുകളിൽ വളർന്ന ഒരു വ്യക്തിയെ ഒരു സിസ്റ്റവും അസ്വസ്ഥതപ്പെടുത്തിയല്ല. അപ്പൊ സഭയുടെ എക്സ്ക്ലൂസീവ്നെസ് മൂലമാണ്, ഹൈറാർക്കിക്കൽ ഓർഡറോ ഇത്തരം റെസ്ട്രിക്ഷൻസ് മൂലമാണ് ഈ വ്യക്തി അസ്വസ്ഥമാകുന്നത്. ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. ഒരു പാർട്ടി മെമ്പർ ആയിരിക്കുന്ന വ്യക്തി ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി അടിച്ചേൽപ്പിക്കുന്ന റെസ്ട്രിക്ഷൻസിൽ സംതൃപ്തനാണ്, അല്ലേ? അത് സഹിക്കാൻ തയ്യാറാണ്, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പോലും. അങ്ങനെയാണ് എങ്കിൽ സ്വർഗം ലക്ഷ്യമാക്കി നീങ്ങുന്ന ബലഹീനരായ നമ്മൾക്ക് ഇത് എത്രത്തോളം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഒരുപക്ഷെ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഞാൻ വിളിക്കുന്നിടത്ത് വരികയാണ്. പക്ഷേ ഞാനാകുന്ന ഇടവക സമൂഹത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു സമ്മർദ്ദമുണ്ട്. ബലഹീന പ്രകൃതിയിൽ മനുഷ്യനെ സഹായിക്കുന്നത് ആവശ്യമാണ്. ഇതില്ല എങ്കിൽ കെട്ടഴിഞ്ഞ് കുത്തഴിഞ്ഞു പോകും. അപ്പൊ നമുക്കറിയാം ഇത്തരം വാദങ്ങൾ ഇപ്പൊ യൂറോപ്പിലൊക്കെ നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷയം അതാണ്. യൂറോപ്പിൽ സ്വാതന്ത്ര്യം വന്ന് ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ എടുത്ത് ക്രിസ്തുവിനെ മാറ്റി നിർത്തി സംവിധാനങ്ങളിൽ നിന്ന്, സഭാ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമം യൂറോപ്പ് നടത്തി. യൂറോപ്പിന് സമാധാനമുണ്ടോ? ജഡിക സംസ്കാരം വന്നു കയറിയില്ലേ? അപ്പൊ ഈ ഒരു സംവിധാനം ഇത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പകരം അവിടെ കടന്നു വരിക ഏകാധിപത്യമോ ജഡാധിപത്യമോ ആയിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ വരാം. ഞാൻ അപ്പൊ അതിനോട് കണക്ട് ചെയ്ത ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ സഭാ സംവിധാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സഭ സംവിധാനത്തെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കുറച്ച് ആൾക്കാർ നോക്കിക്കാണുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഒരു ചോദ്യം. സഭ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ നാണക്കേടാണ്. എന്നും മാധ്യമങ്ങളിൽ സഭയെക്കുറിച്ചും സഭാ നേതൃത്വത്തെക്കുറിച്ചുമുള്ള അപവാദങ്ങളാണ് കേൾക്കുന്നത്. യേശു മതിയില്ലേ, എന്തിനാണ് ഈ സഭ എന്നൊരാള് നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന കുറെ വാദപ്രതിവാദങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലൊരു കമന്റ് ഇടാനായിട്ട് ആ വ്യക്തിയെ, അതാരായാലും ആ വ്യക്തിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്ത് മറുപടിയാണ് പറയാനുള്ളത്? തീർച്ചയായും ഞാനത് നല്ല ഒരു ചോദ്യമാണെന്നും ഒപ്പം അതൊരു മുന്നറിയിപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇപ്പൊ ഞാൻ എന്ന പിതാവ് അല്പം ഇടർച്ച ഉണ്ടാക്കുന്നവനാണ് എങ്കിൽ അയൽപക്കങ്ങളിൽ മാന്യമായി ജീവിക്കുന്ന, ഇടവകയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ സമ്മർദ്ദത്തിൽ മക്കൾ പോകുമായിരുന്നു. ഞാൻ ഇന്ന് പള്ളിയിൽ പോവുകയും ക്രിസ്തീയമായി ജീവിക്കാതെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഈ ചോദ്യം എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ പോകണം? നാണക്കേടാണ്. അപ്പം സഭയിലായിരിക്കുന്നതും അപ്പൻ പള്ളിയിൽ പോയിട്ടും കാര്യമൊന്നുമില്ല, നാണക്കേടാണ് അപ്പന്റെ ജീവിതം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഈ പറയുന്ന ആരോപണങ്ങൾ വ്യക്തിപരം മാത്രമായിരുന്നു. ഈ കാലഘട്ടത്തിൽ സഭയിൽ നിന്നുണ്ടാകുന്ന സുവിശേഷകരായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, മെത്രാന്മാർ ആരുമായിക്കൊള്ളട്ടെ, ഇത്തരം ഇടർച്ചകൾ പുതിയ തലമുറയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ അംഗീകരിക്കാം. അതുകൊണ്ട് ഇത് ആത്മശോധനയ്ക്കും സ്വയം വിമർശനത്തിനും തിരുത്തലിനും എടുക്കേണ്ടത് തന്നെയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്കിതിന് മറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. എന്താന്ന് വെച്ചാല് ഈ സഭയെന്ന് പറയുമ്പോൾ നമ്മൾ സഭയെക്കുറിച്ച് കൊടുക്കുന്ന ഒരു ധാരണയുണ്ട്. അത് വലിയൊരു വിഷയമാണ്. ഒരു വൺ സൈഡാണ്. സഭ സാർവത്രികമാണ്, ശ്ലൈഹികമാണ്, അപ്പസ്തോലികമാണ്. ചില വിഷയങ്ങളിൽ മാർപ്പാപ്പാർക്ക് തെറ്റാവരങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സഭയുടെ വൺ സൈഡ് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്നാൽ ശരിക്കും സഭ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ വീട് കുടുംബമായി മാറാൻ പരിശ്രമിക്കുന്നത് പോലെ തന്നെയാണ് ബാഹ്യമായ സഭ ആന്തരികമായ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയായി മാറുവാൻ, ആന്തരികമായ ആത്മീയ സഭയായി മാറാൻ സഭ പരിശ്രമിക്കുന്നുണ്ട്. വീട്, എല്ലാ വീടുകളും കുടുംബങ്ങളല്ല. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ എല്ലാവരും ശ്രമിക്കുന്നത് വീട് കുടുംബമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഈ സഭ എന്ന് പറയുമ്പോൾ ബാഹ്യമായ ഇതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സഭയിലായിരിക്കുന്ന എല്ലാവരും, ഇപ്പൊ ഞാനായിക്കോട്ടെ, ഹൈറാർക്കിക്കൽ ഓർഡർ വരുന്ന വൈദികരോ അല്ലെങ്കിൽ മെത്രാന്മാരോ ആരുമാകട്ടെ, വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവരും ക്രിസ്തുവിനാലാണ് വിശദീകരിക്കപ്പെടുന്നത്. അതായത് ഞാൻ ഒരു സുവിശേഷകൻ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ
ആ സുവിശേഷകനെ വിശദീകരിക്കുന്നതും എന്നെ വിശദീകരിക്കുന്നതും ക്രിസ്തുവാണ്. എന്റെ ആന്തരികമായ കുറവുകൾ എന്നെ വിളിച്ചവനാൽ പരിഹരിക്കപ്പെടും എന്നുള്ള ക്രിസ്തുവിനാൽ ഞാൻ വിശദീകരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുകയും ആന്തരികമായി ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് സഭ. ഞാൻ അതിനെ എങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ സ്വാഭാവികമായും വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ജനം, ആ ജനത്തെ വിശുദ്ധീകരിക്കുന്നത് കർത്താവ്. അപ്പം വിശുദ്ധി ആവശ്യമുള്ളവരാണ് എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. മറ്റൊന്ന്, ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആരോപണം വരുന്നത്? ഇതിന് മെയിൻ കാരണം ദ പെർഫെക്ഷൻ ഓഫ് ദ ലീഡർ, പെർഫെക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആണ്. ആൻഡ് നമ്മൾ എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ പരിപൂർണത. നമ്മൾ പറയുകയാണ് വി ആർ റെപ്രസെന്റഡ് ബൈ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ അസ്. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു, ക്രിസ്തു ഞങ്ങളെ പ്രതിനിധീകരിക്കും. ഞങ്ങളുടെ ലീഡർ ക്രിസ്തുവാണ് എന്ന് നമ്മൾ പരസ്യമായി പറയുകയും ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ വിമർശിക്കാൻ വരുന്നത്. ഞാൻ വേറെ സിമ്പിൾ ഉദാഹരണം പറയാം. ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ സാധാരണ മുസ്ലിം വിശ്വാസികൾ എടുക്കുമ്പോൾ നല്ലവരായിട്ട് വരികയാണ്. അതിന് മുകളിലേക്ക് പോയി അവരുടെ ഫൗണ്ടറിലേക്ക് വന്നു കഴിയുമ്പം അവർക്ക് സമ്മർദ്ദം കുറയുകയാണ്. ഫൗണ്ടറാകുന്ന ഖുറാനിക പ്രവാചകനായ മുഹമ്മദിന്റെ വിവാഹ ജീവിതങ്ങളും മക്കയും മദീനയും കീഴടക്കിയ കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഈ ഫൗണ്ടറേക്കാൾ അവർ മുകളിലേക്ക് പോവുകയാണ്. എന്നാൽ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ക്രിസ്തുവിലേക്ക് വരുമ്പം ഏറ്റവും പരിപൂർണതയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഏത് മേഖല വന്നാലും ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്നവർ വിമർശിക്കപ്പെടാനുള്ള കാരണം നമ്മൾ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രതിനിധീകരിക്കുന്ന ക്രിസ്തുവിന്റെ പരിപൂർണത ഒരു വലിയ വിഷയമാണ്. നമ്മളിത് പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇത് മൂലമാണ് ഈ വിമർശനം ഉണ്ടാകുന്നതാണ്. നമ്മൾ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ പൂർണ്ണതയിലേക്ക് എത്താനുള്ളവരാണ് നമ്മളെന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, മറിച്ച് സഭയുടെ ആന്തരിക ഘടനയാണ് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്നാണ്, ഈ വിമർശനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഈ ഇത്തരം വിമർശകരാരും ക്രിസ്ത്യാനികളുടെ സംഭാവനയുണ്ട്, സമൂഹത്തിന് നൽകിയിരിക്കുന്ന, ഭാരതത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകളുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ഏതെങ്കിലും ചർച്ചയിൽ കേട്ടിട്ടുണ്ടോ? വിദ്യാഭ്യാസ സംബന്ധമായ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ട് കുഞ്ഞുങ്ങളെ, എയ്ഡ്സ് രോഗികളെ, ഇതൊക്കെ ഇങ്ങനെ ഉള്ള മേഖലകളിൽ, സാമൂഹ്യ പ്രതിബദ്ധതകളിലും കാരുണ്യ പ്രവൃത്തികളിലും നമ്മൾ ചെയ്യുന്ന, ക്രിസ്ത്യാനികൾ ഒറ്റയ്ക്കും കൂട്ടായും ചെയ്യുന്ന പ്രവൃത്തികളെ ഇന്ന് വരെ ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും അംഗീകൃതമായ സർക്കാർ ഏജൻസികളോ ചാവറയച്ചൻ അടക്കമുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. മാത്രവുമല്ല, ഇത് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രവുമല്ല, ഇത് ക്രിസ്തു മൂലമാണെന്ന് ഇവരാരും സമ്മതിക്കുന്നില്ല. ഇത് ക്രിസ്ത്യാനികൾ അംഗീകരിക്കണ്ട. ക്രിസ്തു മൂലമാണ് ക്രിസ്ത്യാനികൾ ഇത്തരം സംഭാവനകൾ നൽകുന്നത് എന്നും ഇവർ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണത്തിന് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന് പാരലായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണല്ലോ. ഇത്തരത്തിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ യുവജനങ്ങൾക്ക് ഇടർച്ച വരുന്ന തരത്തിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒത്തിരിയേറെ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് വരുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും സഭയിൽ നടക്കുന്നതായിട്ട് സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ വസ്തുതയുണ്ടോ? അതല്ലെങ്കിൽ ഇതൊക്കെ പ്ലാനിങ് ആയിട്ട് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളതാണ് എന്നുള്ളത് ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ? ഇത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചിലതെല്ലാം സ്വാഭാവികമായ മാനുഷിക വീഴ്ചകളുണ്ട്. അതിൽ എന്നെ പരിശോധിച്ച് നോക്കി ഇല്ലെന്നല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മുന്നറിയിപ്പാണ്. പണ്ട് കാലങ്ങളിൽ വ്യക്തിപരമായി കൂട്ടിയിരുന്നെങ്കിൽ ഇന്നൊരു അപ്പന്റെ വീഴ്ച ക്രിസ്തുവിന്റെ വീഴ്ചയായിക്കൊണ്ട് മക്കൾ മാറുന്നുണ്ട്. അപ്പൊ ആ മുന്നറിയിപ്പായിട്ട് തന്നെ നമ്മൾ എടുക്കണം. പക്ഷെ അതിന്റെ പിന്നിലെ അജണ്ട ഇവിടെ ബ്രദർ പറഞ്ഞതുപോലെ അത് ശരിക്കും നല്ലതാണെങ്കിൽ നമ്മുടെ കൺട്രിബ്യൂഷനുണ്ട്, നമ്മുടെ സംഭാവന പരിഗണിക്കണ്ടേ? അത് പരിഗണിക്കുന്നില്ല. അതുമല്ല, നമ്മൾ നല്ലവരായി മാറുവാനുള്ള കാരണം ക്രിസ്തുവാണ് എന്നുള്ളതും സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോപണം മാത്രമാണ്. ഇതൊരു ഹിഡൻ അജണ്ടയാണ്. കാരണം ക്രിസ്തു എന്ന് പറയുന്ന ലോകത്തിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ ഇവർ നടത്തുന്ന പരിശ്രമമാണ്. മറ്റൊന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. കണ്ടമാനിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. അവർ ഒരു സംഘടനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടല്ല എന്ന് നോക്കണം. ഇവിടെ നൈജീരിയയിൽ കഴിഞ്ഞ ആഴ്ച ആ സഹോദരി പെൺകുഞ്ഞ് അവളെ എറിഞ്ഞു കൊന്നു. അവരെന്ത് ചെയ്തിട്ടാണ്? അവരവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല. അപ്പം ഇതുപോലെ തന്നെയാണ് ആരോപണം ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ സംഭാവനകൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, നമ്മളുടെ ക്രിസ്തു വിശ്വാസികള് ഒരു രാഷ്ട്രത്തിലും പ്രശ്നം ഉണ്ടാക്കാതെ ഉള്ള വിശ്വാസമാണ് ക്രിസ്തു വിശ്വാസം. ചൈനയിൽ ജീവിച്ചാലും, എവിടെ ഇന്ത്യയിൽ ജീവിച്ചാലും, സൗദിയിൽ ജീവിച്ചാലും ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഭരണകൂടമായി ഏറ്റുമുട്ടൽ വരുന്നില്ല. പക്ഷെ എന്നിട്ടും ക്രിസ്തു വിശ്വാസത്തിൽ പീഡനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ വിശ്വാസത്തിന്റെ അനന്യത മൂലമാണ്. ക്രിസ്തു എന്ന് പറയുന്നത് സത്യം മൂലമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇത് തീർച്ചയായും ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. ഒരു ക്രിസ്തു വിശ്വാസിയോ ക്രിസ്തു സഭയോ പരിപൂർണമാണെന്ന് പറയുന്നില്ല. ക്രിസ്തു പരിപൂർണമാണെന്നേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ പരിപൂർണതയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്.
പരിപൂർണരാക്കപ്പെടാനുള്ളവരുടെ കൂട്ടായ്മയാണ് സഭ എന്നുള്ളത് ഇനിയും നമ്മൾ പഠിപ്പിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു വ്യക്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ഞാൻ പറയാം, ഈ സഭയിലെ നാണക്കേടിനെ കുറിച്ച് പറയുമ്പം ക്രിസ്തു എന്താണ് ചെയ്തത്? ഒറ്റിക്കൊടുക്കുന്നവര്, തള്ളി പറയുന്നവര്, ഇട്ടേച്ചു പോകുന്നവര്, അനുഗമിക്കുന്നവര്, അകലെ അനുഗമിക്കുന്നവര്, പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ മീൻ പിടിക്കാൻ പോണവര്, ഇവരെ കൂട്ടിപ്പിടിച്ചവരാണ് ക്രിസ്തു. അപ്പൊ ക്രിസ്തു എന്താണെന്ന് മനസ്സിലായാൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരമാണ് സഭ. അപ്പം ഒന്നുകിൽ പ്രവാചകനായി മാറുക, അല്ലെങ്കിൽ നേരിട്ട് ക്രിസ്തുവിനെ പോലെയായി മാറുക, അതല്ല എങ്കിൽ എന്താണ്, വഴിചാരാതെ പരിഹാരകനായി മാറുക. അപ്പൊ സഭയുടെ പരിപൂർണതയെക്കുറിച്ചും ആന്തരിക സൗന്ദര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ വായിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത്. സഭയുടെ സംവിധാനമാകുന്ന ഞാനും നിങ്ങളും നമ്മളും അടങ്ങുന്ന ഈ ബലഹീനതയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തി, ശരിയായ പരിശീലനം കിട്ടുന്ന ഒരു വ്യക്തി എന്തായി മാറും? ക്രിസ്തുവായി മാറും. അപ്പോൾ പ്രവാചക ദൗത്യമോ അല്ലെങ്കിൽ മദർ തെരേസയായിട്ടോ ചാവറയച്ചനായിട്ടോ ഫാദർ ഡാമിയനായിട്ടോ ഒക്കെ മാറും. അപ്പൊ നമ്മുടെ പരിശീലനത്തിൽ നമ്മൾ അറിയാതെയാണെങ്കിലും ക്രിസ്തുവിന്റെ പെർഫെക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ പ്രബോധനങ്ങളിൽ ഇനിയെങ്കിലും ഒരു ക്രിസ്തുവായി മാറുവാൻ, ഒരു പ്രവാചകനായി മാറുവാൻ, മദർ തെരേസയെ പോലെ കാരുണ്യത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ വ്യക്തിയായി മാറുവാൻ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ കടമകളെ കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാകും. ഇത് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഒരു ധാരണയാണ്. സഭയെന്ന് പറയുമ്പോൾ സാർവത്രികം, ശ്ലൈഹികം എന്ന് പറയുന്ന ആ ഒരു ആന്തരിക ഘടനയെക്കുറിച്ചും പരിശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് മാറേണ്ടിയിരിക്കും എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തീർച്ചയായും ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വേറൊരു ചോദ്യം ഇതാണ്: പല മോട്ടിവേഷൻ കോഴ്സുകളിലും സ്പീക്കേഴ്സ് യേശുവിന്റെ പഠനങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് എന്ന് പറയാറുണ്ട്. സഭയിലില്ലാത്ത പലരും തങ്ങൾ യേശുവിന്റെ പഠനങ്ങളെയാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. യേശുവിനെ ഫോളോ ചെയ്യാൻ സഭ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ത് മറുപടി പറയാൻ പറ്റും? സഭ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഒരു എസ്കേപ്പിസം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യേശു പിതാവിന്റെ ഫാനായിരുന്നോ പിതാവായിരുന്നോ എന്നുള്ള മറുപടി പറയാമോ? യേശു ആരായിരുന്നു? പിതാവിന്റെ ഫാനായിരുന്നോ? അല്ലല്ലോ. അതെ, അല്ലല്ലോ. ക്രിസ്തു പിതാവിന്റെ ഫാനല്ലല്ലോ. അല്ലേ? ക്രിസ്തു കൃത്യമായും ഞാനും പിതാവും ഒന്നാണെന്നാ പറഞ്ഞത്. അപ്പൊ ക്രിസ്തുവിനെ ഞാൻ സഭയ്ക്ക് പുറത്ത് അനുകരിച്ചോട്ടെ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അനുകരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ക്രിസ്തു, ഏറ്റവും വലിയ മനുഷ്യസ്നേഹി. ഈ കാലഘട്ടം ഉയർത്തുന്ന വലിയൊരു തിയോളജിക്കൽ ത്രെഡാണ് ഇപ്പോൾ ബ്രദർ ചോദിച്ച ചോദ്യം. ആരാണെങ്കിലും അത് ഉയർത്തുന്നത് ലിബറൽ തിയോളജിയുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും ബ്രദർ ഈ മറുപടി പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമുക്ക് ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റു മതത്തിൽപ്പെട്ടവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും കൂടി അത് ആ ഒരു ചോദ്യം ശരിക്കും വാലിഡ് ആണ്. കാരണം അവർ ക്രിസ്തു മതത്തിൽ സ്വീകരിക്കാതെ തന്നെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ അതാണ് സഹോദരൻ ബ്രദറെ ഞാൻ പറയുന്നത്. ആ ചോദ്യം കറക്റ്റ് ആണ്. ക്രിസ്തുവിനെ സഭയിൽ ചേരാതെ, അല്ലെങ്കിൽ സഭ എന്നുകൊണ്ട് പറയാൻ പറ്റില്ല, മതത്തിൽ ക്രിസ്തു മതമായി രൂപപ്പെട്ടു ആ കൂട്ടായ്മയിൽ ചേരാതെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുണ്ടല്ലോ. അവരെ സഭയും വിധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനും വിധിക്കുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. ക്രിസ്തുവിനെ അതിന്റെ പൂർണ്ണതയിൽ അറിഞ്ഞ ഒരു വ്യക്തി തനിക്ക് പുറത്ത് ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്തുവിനെ ശരിക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇട്ടേച്ചു പോയവരെയും തനിക്ക് ചുറ്റുമുള്ളവരെ വിശുദ്ധീകരിക്കുന്നവനാണ് ക്രിസ്തു എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ക്രിസ്തുവിന് എതിരാളികളില്ല, ഒഴിവാക്കി നിർത്തേണ്ടവരില്ല. അപ്പൊ സഭയ്ക്ക് പുറത്ത് ഞാൻ അനുകരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സഭയിൽ എന്തോ കുഴപ്പം കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുഴപ്പം കാണാനാണ് എങ്കിൽ പത്രോസിനെയും പൗലോസിനെയും യൂദാസിനെയും ഒക്കെ കർത്താവ് മാറ്റി നിർത്തണമായിരുന്നു. കർത്താവ് അപ്പോൾ ഇവരെ എല്ലാം നോക്കി, പിതാവെ സത്യത്താൽ ഇവരെ വിശദീകരിക്കേണ്ടത് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പൊ ആ ക്രിസ്തുവിനെ കൃത്യമായി അറിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാനൊരു കാര്യം പറയും. മോഹൻലാലിന്റെ, മമ്മൂട്ടി, സിനിമാ നടന്മാരുടെ ഫാൻസ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. ഫോളോവേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഹി ട്രൈസ് ടു ബിക്കം ആ വ്യക്തിയായി തീരാൻ ശ്രമിക്കും, അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? അതിപ്പോ ഞാൻ ബ്രദർ ചോദിച്ച ചോദ്യം രക്ഷപ്പെടുകയല്ല, ഞാൻ പറയുന്നത് കൃത്യമാണ്. അതായത് സഭയ്ക്ക് പുറത്ത് അനുകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞുവെങ്കിൽ ഹി വിൽ ബ്ലെയിം നോബഡി. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് യഥാർത്ഥമായ അറിവ് ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ അറിയാത്ത അല്ല ക്രിസ്തുവിനല്ലാത്ത വിശ്വാസത്തിൽ വീഴ്ച പറ്റിയ ഭർത്താവിനെ ഭാര്യ പിന്യമുടികളോ അടയാഭരണങ്ങളോ മൂലമല്ല, കർത്താവിൽ നല്ല പെരുമാറ്റം മൂലം അവനെ വീണ്ടെടുക്കുക. അപ്പൊ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് സഭയിലായിക്കൊള്ളട്ടെ, കുടുംബത്തെ കുറവുകളായിക്കൊള്ളട്ടെ, ആ വ്യക്തി സഭയ്ക്ക് പുറത്തായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ പേര് അഹമ്മദ് ആയിക്കോട്ടെ, ഭാസ്കരനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തിക്ക് അകവും പുറവും ഇല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ക്രിസ്തുവിനെ അറിയുന്നതിൽ എവിടെയോ വന്നു പോകുന്ന വീഴ്ച കൊണ്ടാണ് ഞാൻ പുറത്ത് അനുകരിച്ചോട്ടെ,
അതല്ല എങ്കിൽ സ്വന്തമായി എന്തോ താല്പര്യമുണ്ട്. ബീങ് ഒരു സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടുകയും മറ്റൊരു സിസ്റ്റത്തിലേക്കല്ലേ ഇവർ പോകുന്നത്. ഈ ഓക്കെ. അനുകരിക്കുന്നു എന്ന് പറയുന്നവർ ഒന്നിലും വ്യക്തിപരമായ സഭ സ്ഥാപിക്കുന്നില്ലേ? അതല്ലെങ്കിൽ യുക്തിവാദത്തിലേക്ക് പോകുന്നില്ലേ? അതാണ് ഞാൻ ഏതെങ്കിലും ബ്രദറെ, കൂട്ടായ്മ അതാണ് ഞാൻ പോകുന്നില്ലേ? ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് സഭയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴിവുണ്ടോ? അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നതെന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു കേന്ദ്രമായിട്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു കേന്ദ്ര പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്നാണ്. പക്ഷേ ഈ ഒരു പല സ്ഥലങ്ങളിലും പല ടോക്കുകളിൽ അല്ലെങ്കിൽ പല വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് പറയുന്നൊരു. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് ക്ലബ് ചെയ്യാൻ സാധിക്കുക? സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അപ്പം ആദ്യത്തെ ഭാഗം ക്ലിയർ ആണ്, ബ്രദർ തന്നെ പറഞ്ഞു. യെസ്, അതായത് ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തികളാണ് രക്ഷകരായി സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനികൾ. ഉറപ്പായും. അതിന് തർക്കമില്ല. അതുപോലെ മതി. അങ്ങനെ വരുമ്പോൾ സഭയ്ക്ക് ഈ പ്രവൃത്തി സഭയാണ്, അപ്പൊ സഭയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നതിൽ കഴമ്പുണ്ടോ? ഇതല്ലേ അല്ലെ? അതെ. അപ്പം സഭയ്ക്കിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരിക്കലും ഒരു പ്രിവിലേജ് അല്ല. ഇറ്റ്സ് എ ഡ്യൂട്ടിയായി. സഭയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതും അറിഞ്ഞും പഠിച്ചും വരുന്നത് സഭയിലൂടെ രക്ഷയുള്ളൂ എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് എന്ന രീതിയിലാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തുവുമായി വ്യക്തിപരമായി എൻകൗണ്ടർ ഉണ്ടായ വ്യക്തിയാണല്ലോ ക്രിസ്ത്യാനി. ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ ബ്രദറിന്. അതെ. ചോദ്യകർത്താക്കൾ ഉയർത്തിയ പുതിയ തലമുറയ്ക്കും ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇല്ല. അപ്പം ക്രിസ്തുവുമായി പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായ ഒരു വ്യക്തിയുടെ അടുത്ത കടമ എന്താണ്? നിങ്ങൾ പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയുവാനെന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലെ? Yes. ഇറ്റ് ഇസ് കമാൻഡ് ഓഫ് അവർ ലോർഡ് carried out by apostles and continued by you and me. ഇതാണ് ശരിക്കും കർത്താവിന്റെ കൽപ്പനയാണ്. അപ്പോസ്തലന്മാർ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്തു. ഞാനും ബ്രദറും അടങ്ങുന്ന കമ്മ്യൂണിറ്റി ഇപ്പോൾ തുടരണം. വേണ്ടേ? വേണം. വേണം. അപ്പൊ ഞാൻ പറയുന്നത് ക്രിസ്തുവുമായി വ്യക്തിപരമായി എൻകൗണ്ടർ ഉണ്ടാക്കിയ വ്യക്തി ക്രിസ്ത്യാനി. അപ്പൊ ഈ രക്ഷ അറിഞ്ഞ ആൾ ആരാപ്പം? ക്രിസ്ത്യാനിയല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപൂർണമായത് അറിഞ്ഞതുണ്ട്, അസത്യം അറിഞ്ഞതുണ്ട്. അങ്ങനെ പക്ഷെ സത്യം അതിന്റെ പൂർണ്ണതയിൽ ദൈവം സ്നേഹമാണ് എന്ന് കാൽവരി കുരിശിൽ വെളിപ്പെട്ടു എന്ന സത്യം പൂർണ്ണതയിൽ അറിഞ്ഞ ക്രിസ്ത്യാനി മാത്രമല്ലേ ഉള്ളൂ. അതെ. അപ്പം ഇതൊരു പ്രിവിലേജ് അല്ല. ഇത് ശരിക്കും സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ഡ്യൂട്ടി ആണെന്നുള്ളതാണ്. അപ്പൊ ഞാനത് വചനത്തിൽ നിന്ന് പ്രധാനമൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇനിയും ജീവിക്കുന്നു എന്ന് പറയുന്നവർ ഇവിടെ വ്യക്തമായി പറയുകയാണ്. നോക്കിയേ, ഇവിടെ കൊറിന്തോസ്യരുടെ ലേഖനത്തില് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കട്ടെ. സോ ഇതൊരു കമാൻഡാണ്, ഇത് ഡ്യൂട്ടി ആയിട്ടാണ് ഇത് വരുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താണ്, ഇത് അറിഞ്ഞത് ആരാണ്? സഭയാണ്, ഞാനാണ്, ബ്രദറാണ്, നമ്മളാണ്. അപ്പൊ നമ്മളിലൂടെയാണ് രക്ഷ. ഇത് എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊന്ന് നോക്കൂ, ക്രിസ്തു വഴി ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ സുവിശേഷം ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിന് സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. അതായത് ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച പൗലോസ് അടക്കമുള്ളവർ പൗലോസ്ലിയ പറയുകയാണ്, ഞാൻ സൗളായപ്പോൾ പൗലോസായി മാറിയിരിക്കുന്നു. എന്റെ പാപങ്ങൾ എനിക്കെതിരെ പരിഗണിച്ചിട്ടില്ല. ആ ദൈവത്തെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്നോട് ദൈവം രമ്യതപ്പെട്ടു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും ദൈവത്തോട് രമ്യതപ്പെടുവിൻ എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ സമരിയാക്കാരി പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം ഒരുവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ വന്ന് നോക്കവനാണോ? ഇത് കൃത്യമായൊരു ഡ്യൂട്ടിയാണ്. ഒരിക്കലും ഇതൊരു എന്താണ്, ഒരു പ്രിവിലേജ് അല്ല. ഓക്കെ. അപ്പൊ ബ്രദർ പറയുന്നത് ഈ ഡ്യൂട്ടി ഒരു വ്യക്തിക്ക് അതിന്റെ പൂർണ്ണതയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഈ സഭയിലൂടെയാണ്. യെസ്, അതെ. താങ്ക് യു. അതന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയത്തിന്റെ പരിമിതിയോടെ ഞാൻ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ബ്രദർ ഒരു കുടുംബസ്ഥനാണ്, ഒരു മക്കളുള്ള പിതാവാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സഭ ഈ കാര്യത്തിൽ, അതായത് ഈ കുട്ടികളിലേക്ക് ഈ ഒരു വിശ്വാസം കൊടുക്കുന്ന കാര്യത്തിൽ ഇത് പണ്ടത്തെ അത്രയും ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ കേന്ദ്രീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ പുതുതലമുറയിലേക്ക് ഈ വിശ്വാസം അതേ രീതിയിൽ കൊടുക്കുന്നതിൽ സഭ പരാജയമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിന് എന്ത് പറയാൻ പറ്റും? ഞാൻ അതിനോട് ഒട്ടും യോജിക്കില്ല. കാരണം സഭയെ നമ്മുടെ സംസാര ശൈലിയിൽ പറഞ്ഞാൽ സുഖിപ്പിക്കുന്നതുകൊണ്ടല്ല. കാരണം മുൻകാലങ്ങളിൽ വിശ്വാസപരമായ തിയോളജിക്കൽ ചലഞ്ചസ് ഇല്ലായിരുന്നു. സാക്ഷ്യത്തിന്റെ ചലഞ്ചുകൾ ഇല്ലായിരുന്നു. കാരണം അവനവൻ തന്നെ കുറെ കൂടി അന്വേഷിക്കുന്ന യുക്തിഭദ്രമായ കാര്യങ്ങൾ പേപ്പർ വായിക്കുകയും ബൈബിൾ വായിക്കുകയും മാതാപിതാക്കളോട് വിധേയപ്പെട്ടൊക്കെ പോകുന്ന രംഗമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലഘട്ടം മാറിയതാണ്. പക്ഷെ സഭ അത് റീഡ് ഔട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ആലഞ്ചേരി പിതാവ് അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. സിനഡൽ കമ്മീഷന്റെ ചാനലിൽ കിടപ്പുണ്ടല്ലോ. അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു. പരിശീലനത്തിൽ വരേണ്ട മാറ്റത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള മെത്രാനത് പറഞ്ഞിരിക്കുന്നു.
അഭിനന്ദ മെത്രാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഭ ഇത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ഇത്രയും കാലം തിയോളജിക്കൽ ആയിട്ടുള്ള ദൈവശാസ്ത്രപരമായ പ്രതിസന്ധി ഇല്ലായിരുന്നു ഒന്ന്. രണ്ടാമത് എതിർ സാക്ഷ്യത്തിന് പ്രതിസന്ധി ഇല്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ കാലഘട്ടത്തെ ഈ കാലഘട്ടം തമ്മിൽ താരതമ്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് നീതിപൂർവമല്ല. കാരണം ഇത്തരം ക്വസ്റ്റ്യനുകൾ നേരത്തെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു എതിർ സാക്ഷ്യത്തെ പോലും അതൊരച്ഛനല്ലേ, അല്ലെ ആ ധ്യാനഗുരു അല്ലെങ്കിൽ ആ ആത്മായ ആ ബ്രദർ അല്ലേ, സാരമില്ലടാ മറ്റാൾക്കാരുണ്ടല്ലോ എന്ന് നമ്മുടെ മക്കളോട് പറയുന്ന രീതി ഉണ്ടായി. ഇന്ന് അങ്ങനെയല്ല. അപ്പൻ ശരിയല്ല, അപ്പൻ പള്ളിപ്പോക്കും കഴിഞ്ഞ് ശരിയല്ല. അത് ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടം തന്ത്രപൂർവ്വം വരികയാണ്. ഈ കാലഘട്ടത്തിന്റെ തന്ത്രം കൂടിയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിക്കുകയല്ല, മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ധീരതയോടുകൂടി നമ്മൾ ഈ ഒരു കാലം ഓൾറെഡി പലരും തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും നമ്മളിത് മുമ്പോട്ട് ചുവടുകൾ വെച്ച് പോകേണ്ട കാലഘട്ടമാണ്. ആ രീതിയിൽ സഭ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ സഭ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാനും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം തീർച്ചയായും നമ്മളൊരു സേഫ് സോണിലായിരുന്നു, സുഖ സുഷുപ്തിയിലായിരുന്നു, ഒരു ചലഞ്ചില്ലായ്മയിലായിരുന്നു. ഇപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് പ്രതിസന്ധികളുണ്ട്. പക്ഷെ ഇത് നന്മയായിട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് അത് വലിയ വിജയമായി മാറുന്നത് എന്ന് യാക്കോസിലെയും പത്രോസിലെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞത് എന്തുമാകട്ടെ, പക്ഷെ മുമ്പോട്ട് പ്രതീക്ഷയുണ്ട്. സഭ തിരിച്ചറിഞ്ഞു, മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, മതാധ്യാപകർ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് കൊടുക്കാനായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഷെക്കേന ടെലിവിഷൻ ആയാലും ഷാലോം ഒക്കെ ആയാലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇപ്പോൾ ബ്രദർ ഉൾപ്പെടെയുള്ള ധാരാളം ആക്ടിവിറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത്തരത്തിൽ നടത്തുന്ന അപ്പോളജിസ്റ്റുകൾ നടത്തുന്ന പരാമർശങ്ങളും കാര്യങ്ങളും ഒരു പരിധി വരെ ഇതിന് സഹായിക്കുന്നുണ്ടോ എന്നാണോ, അല്ലെങ്കിൽ അതിലും ഒരു കഴമ്പില്ല എന്നാണോ ബ്രദറിന്റെ ഒരു നിഗമനം? തീർച്ചയായും സഹായിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അങ്ങേയറ്റം ഞാൻ ഇപ്പോൾ ഷെക്കീനയുടെ ഒക്കെ ഞാൻ പലപ്പോഴും എനിക്ക് തന്ന അവസരങ്ങൾ ഞാൻ നിങ്ങളോട് നന്ദി പറയാനുണ്ട്. കാരണം സുവിശേഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃത്യവിശ്വാസം എന്ന് പറയുന്നത് എന്തോ ഒരു ഭക്തിമാർഗമാണ് എന്ന രീതിയിൽ രാഷ്ട്രീയം ചിന്തിക്കുന്നത് പോലും അഭിഷേകം നഷ്ടപ്പെട്ടു പോകും, കൃപ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തോട് ഇത്രയും ധൈര്യമായി വന്ന് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവരെ കൊണ്ടുവരുവാൻ, CPIയുടെ കാനൻ രാജേന്ദ്രനെ കൊണ്ടുവരാനൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഇതുണ്ട്. അത് തീർച്ചയായും മാതൃകാപരമാണ്. അത് ഫലം ചൂടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കമന്റ് ബോക്സുകളിൽ കമന്റുകൾ വന്നു തുടങ്ങിയില്ലേ. അപ്പൊ ക്രിസ്ത്യാനികൾ അഭിപ്രായം പരസ്യമായി വിശ്വാസം പ്രഖ്യാപിക്കുവാനും പരസ്യമായി കമന്റുകൾ ഇടാനും തുടങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ ഷെക്കീന പോലെയുള്ളതായ ചാനലുകളുടെയും സുവിശേഷകരുടെയും ധീരതയാർന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ളതായ ചുവടുവെപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് അത് അങ്ങനെ ചോദ്യത്തിന്റെ പ്രസക്തിയില്ല. ഓക്കെ, വളരെ വ്യക്തമാണ്. അപ്പോൾ സമയത്തിന്റെ പരിമിതിയോടെ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിരുന്നാലും ബ്രദറിന്റെ കൂടെയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ചേരുകയും സഭയിലൂടെ ആ ക്രിസ്തുവിനെ ലോകമെമ്പാടും എത്തിക്കാനുള്ളത് ഒരു പ്രിവിലേജ് അല്ല, അതൊരു ഉത്തരവാദിത്തമാണെന്ന് ബ്രദർ വളരെ മനോഹരമായിട്ട് ബ്രദറിന്റെ എക്സ്പീരിയൻസിലൂടെ ബ്രദറിന് ലഭിച്ചിരുന്ന അറിവുകളോടുകൂടി ബ്രദർ നിരത്തുകയായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട യുവജനങ്ങൾക്കും മാത്രമല്ല സാധാരണ വിശ്വാസികൾക്കും അത് അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കയറുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ബ്രദറിന്റെ വിലപ്പെട്ട സമയമാണ് നമ്മളൊപ്പം ചെലവഴിച്ചത്. ആദ്യത്തെ ഒരു എപ്പിസോഡാണെങ്കിലും ബ്രദർ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ഇത്തരത്തിലുള്ള വിശ്വാസമതമായ സംശയങ്ങൾ വരുമ്പോൾ ഇനിയും ബ്രദറിനെ സമീപിക്കുന്നതാണ്. തുടർന്നും ഞങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നിരുന്നാലും വിലപ്പെട്ട സമയം ഇന്ന് ഞങ്ങളൊപ്പം ആയിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ എന്നും പറയാറുള്ളത് പോലെ നമ്മുടെ വിശ്വാസമായ സംശയങ്ങൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്കറിയാം, ഒരു വ്യക്തി മരിക്കുന്നത് വരെ അവൻ വിദ്യാർത്ഥിയാണ്. കാരണം മരിക്കുന്നവരെ അവൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ വിശ്വാസിയുടെ കാര്യവും. നമ്മൾ യഥാർത്ഥത്തിൽ നല്ലൊരു വിശ്വാസിയാണെങ്കിൽ വിശ്വാസപരമായ സംശയങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കുണ്ടാവുന്ന വിശ്വാസപരമായ സംശയങ്ങൾ അതുകൊണ്ട് നടക്കാതെ കഴിയും വിധം അത് ഞങ്ങളെ അറിയിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് പരിഹരിച്ചു തരാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിത്വമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.